കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ നാട്ടിൽ ചിലർ കെട്ടിപ്പൊക്കിയ വലിയൊരു ഭീതിയുടെ കോട്ട തകർന്നടിയുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. എണ്ണവില കൂടുമ്പോഴും ഗ്യാസ് സിലിണ്ടറിന്റെ വിതരണത്തിൽ ചെറിയൊരു തടസ്സം വരുമ്പോഴും രാജ്യം തകരുന്നേ, ജനങ്ങൾ പട്ടിണിയിലാകുന്നേ എന്ന് നിലവിളിച്ച് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട ചിലരുണ്ട് ഇവിടെ. മറ്റാരുമല്ല, പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്ന് വലിയൊരു ദുരന്ത പ്രവചനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ കത്താൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു ഇവരുടെ ഒച്ചപ്പാടും ബഹളവും. എന്നാൽ ആ നിലവിളികൾക്കും വ്യാജ പ്രചാരണങ്ങൾക്കും ഒരൊറ്റ തീരുമാനത്തിലൂടെ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരിക്കുകയാണ്. കരഞ്ഞവർക്കും നിലവിളിച്ചവർക്കും ഇനി കണ്ണീരൊപ്പാൻ പുതിയ കാരണങ്ങൾ കണ്ടെത്തേണ്ടി വരും. കാരണം രാജ്യത്തെ വാണിജ്യ LPG വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ നിയന്ത്രണങ്ങളും മോദി സർക്കാർ പൂർണ്ണമായും പിൻവലിച്ചിരിക്കുന്നു. കാര്യങ്ങൾ പഴയതുപോലെ മുന്നോട്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും പ്രതിപക്ഷം എന്തിനാണ് ഇവിടെ കിടന്ന് അനാവശ്യമായി ബഹളം വെച്ചതെന്നും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പരിശോധിക്കാം. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഈ പ്രതിസന്ധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്നാണ്. അല്ലാതെ ഇവിടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് പോലെ മോദി സർക്കാരിന്റെ പരാജയം കൊണ്ടായിരുന്നില്ല ഇന്ത്യയിൽ LPG വിതരണത്തിൽ ചെറിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വന്നത്. പശ്ചിമേഷ്യയിലുണ്ടായ കടുത്ത യുദ്ധ സാഹചര്യം കാരണം ആഗോളതലത്തിൽ തന്നെ ഇന്ധന വിതരണ ശൃംഖല പൂർണ്ണമായും തകിടം മറിഞ്ഞിരുന്നു. ഇന്ത്യയിലേക്ക് LPG എത്തിക്കുന്ന കപ്പലുകളുടെയും കാർഗോകളുടെയും വരവിനെ ഇത് കാര്യമായി ബാധിച്ചു. ആഗോള പ്രതിസന്ധി നമ്മുടെ രാജ്യത്തെയും ബാധിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാർ എന്ന നിലയിൽ മോദി സർക്കാർ ചില മുൻകരുതലുകൾ എടുത്തു. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന ഇന്ധനത്തിന്റെ അളവ് കുറയുന്നത് സ്വാഭാവികമാണ്. ഈ യാഥാർത്ഥ്യം ജനങ്ങളോട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനും ജനങ്ങളിൽ ഭയം ജനിപ്പിക്കാനും മാത്രമാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. രാജ്യം വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് പോകുകയാണെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസും കൂട്ടരും കുറേ പണിയെടുത്തു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ ബഹളങ്ങൾക്കിടയിലും കേന്ദ്ര സർക്കാർ വളരെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് നടത്തിയത്. ആഗോളതലത്തിൽ വിതരണം തടസ്സപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അടുക്കളയിൽ തീ പുകയുന്നത് മുടങ്ങരുതെന്ന് മോദി സർക്കാരിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനായി അവർ ഒരു താൽക്കാലിക ക്രമീകരണം കൊണ്ടുവന്നു. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണത്തിന്മേൽ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതായത് വലിയ ഫാക്ടറികൾക്കും വ്യവസായങ്ങൾക്കും നൽകുന്ന LPG വിഹിതം താൽക്കാലികമായി കുറച്ചുകൊണ്ട് ആ ഇന്ധനം സാധാരണക്കാരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിനായി ആവശ്യവസ്തു നിയമത്തിലെ പ്രത്യേക വ്യവസ്ഥകൾ വരെ രാജ്യം ഉപയോഗിച്ചു. വ്യവസായ മേഖലയ്ക്ക് ഉപയോഗിക്കുന്ന C3, C4 സ്ട്രീമുകൾ പൂർണ്ണമായും LPG ഉൽപാദനത്തിനായി മാത്രം മാറ്റിവെച്ചു. സാധാരണക്കാരന്റെ സിലിണ്ടർ മുടങ്ങരുത് എന്ന കൃത്യമായ ജനക്ഷേമ കാഴ്ചപ്പാടോടെയാണ് സർക്കാർ അന്ന് ആ തീരുമാനം എടുത്തത്. പക്ഷേ സർക്കാരിന്റെ ഈ കരുതലിനെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും നോക്കിയത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ വന്ന് നിയന്ത്രണം കാണിച്ച് വ്യവസായ മേഖല തകരാൻ പോകുന്നു എന്നും മോദിക്ക് ഭരണം അറിയില്ല എന്നും പറഞ്ഞ് അവർ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് അവർ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പ്രചരിപ്പിച്ചു. എന്നാൽ ഈ കരച്ചിലുകൾക്കൊന്നും വലിയ ആയുസ്സുണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ എണ്ണ വിപണന കമ്പനികളുടെയും കൃത്യമായ ഏകോപനം കാരണം ആഭ്യന്തര LPG ഉൽപാദനം അതിവേഗം വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. വിദേശത്ത് നിന്നുള്ള ഇറക്കുമതി കാർഗോകളുടെ ലഭ്യതയും രാജ്യം വളരെ പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിച്ചു. തദ്ദേശീയമായ LPG ഉൽപാദനം പ്രതിദിനം വലിയ തോതിൽ മെച്ചപ്പെട്ടതോടെ ഏർപ്പെടുത്തിയിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിക്കാൻ പെട്രോളിയം മന്ത്രാലയം തീരുമാനിക്കുകയായിരുന്നു. പ്രതിസന്ധി വരുന്നതിന് മുൻപ് വ്യാവസായിക ഉപഭോക്താക്കൾക്ക് എത്രത്തോളം LPG ലഭിച്ചിരുന്നോ അത്രയും തന്നെ ഇപ്പോൾ പൂർണ്ണ തോതിൽ ലഭ്യമാക്കി തുടങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷം കെട്ടിയാടിയ നാടകങ്ങളുടെ തിരശീലയാണ് മോദി സർക്കാർ ഇപ്പോൾ വലിച്ചു കീറിയിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുക മാത്രമല്ല സർക്കാർ ചെയ്തത്, ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞു. വാണിജ്യ LPG ഉപഭോക്താക്കളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനും വിതരണം കൂടുതൽ സുഗമമാക്കാനും ഒരു ഏകീകൃത ഡാറ്റാബേസ് നിർമ്മിക്കാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിലുപരിയായി കൂടുതൽ സുരക്ഷിതവും ലാഭകരവുമായ
പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG സംവിധാനത്തിലേക്ക് രാജ്യത്തെ വ്യവസായങ്ങളെയും വാണിജ്യ സ്ഥാപനങ്ങളെയും ക്രമേണ മാറ്റാനുള്ള നടപടികളും അതിവേഗം പുരോഗമിക്കുകയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ അതിനെ എങ്ങനെ അവസരമാക്കി മാറ്റാമെന്നും ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാമെന്നും മോദി സർക്കാർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇനി രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും കേന്ദ്ര സർക്കാരിനെതിരെ നിലവിളിക്കാൻ പുതിയ വിഷയങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. കാരണം രാജ്യം തകരും എന്ന് പറഞ്ഞ് അവർ പരത്തിയ ഭീതിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ കൂടുതൽ ശക്തമായി മുന്നോട്ട് കുതിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകത്ത് എവിടെയെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധി ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും. അത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വമല്ലേ? യൂറോപ്പിലെ വമ്പൻ രാജ്യങ്ങൾ പോലും ഇന്ധന വിലക്കയറ്റത്തിലും വിതരണ തടസ്സത്തിലും പെട്ട് ഉലഞ്ഞുപോയ ചരിത്രം നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് ഇവിടെയുള്ള പ്രതിപക്ഷം അയ്യോ ഇന്ത്യയിൽ മാത്രം എന്തോ വലിയ ദുരന്തം നടക്കാൻ പോകുന്നു എന്ന രീതിയിൽ ബഹളം വെച്ചത്. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ചെറിയൊരു ചലനമുണ്ടായാൽ പോലും ഇവിടെ വിലക്കയറ്റവും റേഷൻ സംവിധാനങ്ങളുടെ തകർച്ചയും പതിവായിരുന്നു. അതൊക്കെ മറന്നുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയും കൂട്ടരും ജനങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നത്. എന്നാൽ ആഗോളതലത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോഴും ഇന്ത്യയിലെ ഒരു സാധാരണക്കാരനെയും അടുക്കളയിൽ പട്ടിണി വരാത്ത രീതിയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് ഈ സർക്കാരിൻ്റെ ഭരണമികവ് ഒന്നു മാത്രമാണ്. എങ്ങനെയാണ് ഇന്ത്യക്ക് ഇത്ര പെട്ടെന്ന് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞത്? അവിടെയാണ് മോദി സർക്കാരിന്റെ വിദേശ നയതന്ത്രത്തിന്റെ വിജയം നിങ്ങൾ കാണേണ്ടത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും അറബ് രാജ്യങ്ങളുമായി നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത ശക്തമായ സൗഹൃദം ഇന്ത്യക്ക് തുണയായി. ലോകരാജ്യങ്ങൾക്ക് ഇന്ധനം നൽകാൻ മടിച്ച പല വിദേശ കമ്പനികളും ഇന്ത്യയിലേക്കുള്ള LPG കാർഗോകൾ തടസ്സമില്ലാതെ അയക്കാൻ തയ്യാറായി. കാരണം അവർക്ക് ഇന്ത്യ എന്ന വിപണിയിലും നരേന്ദ്രമോദി എന്ന നേതാവിലുമുള്ള വിശ്വാസമാണ്. ഈ നയതന്ത്ര നീക്കങ്ങൾ കാണാതെയാണ് ഇവിടെ ചിലർ ഇരുട്ടിലിരുന്ന് തപ്പുന്നത്. വിദേശത്തു നിന്നുള്ള LPG കാർഗോകളുടെ വരവ് വർദ്ധിപ്പിച്ചുകൊണ്ട് വെറും ദിവസങ്ങൾക്കുള്ളിൽ വിതരണ ശൃംഖല പഴയപടിയാക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് കഴിഞ്ഞത് പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ വലിയൊരു പ്രഹരം തന്നെയാണ്. രാജ്യത്ത് എവിടെയെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ടായാൽ ഉടൻ അങ്ങോട്ട് ക്യാമറയും തൂക്കി ഓടിച്ചെന്ന് അതിൽ നിന്ന് എങ്ങനെ രാഷ്ട്രീയം വിളവെടുക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരായി പ്രതിപക്ഷം അധംപതിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിനെ ഡിസാസ്റ്റർ ടൂറിസം എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? വ്യവസായ മേഖലയ്ക്ക് താൽക്കാലികമായ നിയന്ത്രണം വന്നപ്പോൾ വ്യാപാരികളുടെ കണ്ണീരൊപ്പാൻ എന്ന വ്യാജേന ഇറങ്ങിയവർ ഇപ്പോൾ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നീക്കിയപ്പോൾ വിണ്ടുന്നുണ്ടാവില്ല. കാരണം രാജ്യം സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു അസഹിഷ്ണുതയാണ്. ജനങ്ങൾ സമാധാനത്തോടെ ജീവിച്ചാൽ തങ്ങൾക്ക് വോട്ട് കിട്ടില്ലെന്ന് ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. എന്നാൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ലെന്നും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ പൂർണ്ണമായും ഭദ്രമാണെന്നും മോദി സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, പശ്ചിമേഷ്യൻ യുദ്ധം സൃഷ്ടിച്ച ആഗോള പ്രതിസന്ധിയെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാൻ നോക്കിയ പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങളാണ് ഇവിടെ പൊളിഞ്ഞ പാളിസായിരിക്കുന്നത്. രാജ്യം വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് പോകുമെന്നും ഇന്ധനക്ഷാമം കൊണ്ട് വ്യവസായങ്ങൾ പൂട്ടുമെന്നും പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്താൻ നോക്കിയവർക്ക് ഭരണം കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി മറുപടി നൽകിയത്. താൽക്കാലികമായി കൊണ്ടുവന്ന നിയന്ത്രണങ്ങളെല്ലാം പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് വിതരണം പഴയ നിലയിലേക്ക് എത്തിച്ച മന്ത്രാലയത്തിന്റെ തീരുമാനം ഈ രാജ്യത്തിന്റെ കരുത്തിന്റെ തെളിവ് തന്നെയല്ലേ? ഒരു വശത്ത് സാധാരണക്കാരന്റെ അടുക്കള സുരക്ഷിതമാക്കുകയും മറുവശത്ത് രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയെ ഒട്ടും കോട്ടം തട്ടാതെ വിപണിയെ തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്നത് ഏതൊരു ഭരണകൂടത്തിനും വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയാണ് ഇന്ത്യ വളരെ വിജയകരമായി മറികടന്നത്. ഇനി രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും പാർലമെന്റിലോ ജനങ്ങൾക്കിടയിലോ ഇരുന്ന് കരയാൻ പുതിയ കെട്ടുകഥകൾ ആലോചിച്ചു തുടങ്ങാം. കാരണം രാജ്യം സുരക്ഷിതമായ കൈകളിലാണ് എന്ന് ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.